ഇലോൺ മസ്ക് എന്ന ശതകോടീശ്വരനെ നിങ്ങൾക്കറിയാം. ടെസ്ല ഫാക്ടറി ഫ്ലോറിൽ കിടന്നുറങ്ങുന്ന മസ്കിനെ അറിയുമോ? നമുക്കറിയുന്ന ഇലോൺ മസ്ക് ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിൽ 1971 ജനിച്ച് വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലെത്തി ടെസ്ലയും സ്പേസ് എക്സും ഒക്കെ സ്ഥാപിച്ച് ശതകോടീശ്വരനായ മസ്ക് ഇലക്ട്രിക് വാഹന ബഹിരാകാശ പര്യവേഷണ മേഖലയിലേക്ക് കണ്ണും പൂട്ടി നിക്ഷേപം നടത്താൻ ചങ്കുറപ്പ് കാണിച്ച സംരംഭകൻ. വെറും 12-ാം വയസ്സിൽ സ്വന്തമായി വീഡിയോ ഗെയിം വികസിപ്പിച്ച് $500 വിറ്റഴിച്ച് തന്റെ സംരംഭകത്വ ജീനിയസ് തെളിയിച്ചയാൾ. സംരംഭകത്വത്തിനു വേണ്ടി സ്റ്റാഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ അപ്ലൈഡ് സയൻസ് PhD ഗവേഷണം പുഷ്പം പോലെ വലിച്ചെറിഞ്ഞ ത്യാഗി. പെൻസിൽവേനിയ സർവകലാശാലയിൽ നിന്ന് അലുവയും മത്തിക്കറിയും പോലെ ഫിസിക്സ് ഇക്കണോമിക്സ് കോംബോയിൽ പഠനം നടത്താൻ ധൈര്യം കാണിച്ച യുവാവ്. പരാജയങ്ങളിൽ പതറാതെ ഇടറാതെ മുന്നേറിയ മസ്കിന്റെ ആസ്തി മൂല്യം $398 ബില്യൺ ആണ്. ചൊവ്വയിൽ മനുഷ്യവാസം സാധ്യമാക്കുക, AI പരമാവധി വികസിപ്പിക്കുക എന്ന് മറ്റുള്ളവർ ഭ്രാന്തൻ ആശയങ്ങളെന്ന് വിളിക്കുന്ന ക്രേസി ഐഡിയാസിൽ ത്രില്ലടിക്കുന്ന സംരംഭകൻ. തലച്ചോറിൽ ചിപ്പ് പിടിപ്പിക്കുന്ന ന്യൂറാലിങ്ക് കമ്പനിയുടെ നാഥൻ. ഭാവിയിൽ ഫോണിനെയൊക്കെ തലച്ചോറിലിരിക്കുന്ന ചിപ്പ് നിയന്ത്രിക്കുമെന്ന് പറഞ്ഞയാൾ. ഏതൊക്കെയോ ഫിക്ഷൻ ഹോളിവുഡ് സിനിമകളിലെ കൊളാഷ് പോലെ തോന്നുന്ന ലൈഫ്. ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ ഇതിനൊക്കെ പിന്നിൽ അദ്ദേഹം നടത്തുന്ന കഠിനാധ്വാനം പലപ്പോഴും നമുക്കറിയണമെന്നില്ല. ആഴ്ചയിൽ 7 ദിവസം ജോലി ചെയ്യുന്ന തന്റെ പഴയ ശൈലിയിലേക്ക് പോവുകയാണെന്ന മസ്കിന്റെ എക്സ് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കുഞ്ഞുങ്ങൾ അടുത്തില്ലെങ്കിൽ എന്നൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എക്സ് പോസ്റ്റിനൊപ്പം തന്റെ ഒരു പഴയ അഭിമുഖത്തിന്റെ ക്ലിപ്പും മസ്ക് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ടെസ്ല മോഡൽ 3 ക്ലച്ച് പിടിക്കാതിരുന്ന കാലത്തെ തന്റെ കഠിനാധ്വാനത്തെക്കുറിച്ചാണ് മസ്ക് പറയുന്നത്. അന്നൊക്കെ ടെസ്ല ഫാക്ടറിയിലായിരുന്നു തന്റെ താമസമെന്ന് മസ്ക് പറയുന്നു. ചിലപ്പോൾ പ്ലാന്റിലെ തറയിൽ, ചിലപ്പോൾ അടുത്തുള്ള കൗച്ചിൽ, ഇതൊന്നുമല്ലെങ്കിൽ അസംബ്ലി യൂണിറ്റിന്റെ മുകളിലുള്ള ടെന്റിൽ, ഇവിടെയൊക്കെ കിടന്നുറങ്ങും. വികാരാധീനനായാണ് മസ്കിന്റെ വാക്കുകൾ. കമ്പനി പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ വ്യക്തിജീവിതത്തിൽ പലതും ത്യജിച്ച് താൻ കടന്നുപോയ കനൽ വഴികളെക്കുറിച്ച് പറയുമ്പോൾ നാം കാണുന്നത് ഫുൾ ഓണായി കാണുന്ന മസ്കിനെയേ അല്ല. ഇങ്ങനെ സ്വയം എരിഞ്ഞു തീരുന്നതിൽ താങ്കൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ലേ എന്ന ചോദ്യത്തിന് ആരും ഇങ്ങനൊന്നും ജോലി ചെയ്യാൻ പാടില്ലെന്ന ഉപദേശവും മസ്ക് നൽകുന്നുണ്ട്. ദീർഘമായ തൊഴിൽ സമയം തന്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ വേദനിപ്പിക്കുന്നുവെന്നും മസ്ക് പറഞ്ഞു. എക്സ് പോസ്റ്റിൽ തന്നെ വാർ ടൈം CEO എന്നാണ് മസ്ക് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കൽ സ്റ്റാർ എന്ന് വിളിച്ച ട്രംപുമായി ഉടക്കി പിരിഞ്ഞതിനു ശേഷം കമ്പനികൾ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ് മസ്കിന്റെ പോസ്റ്റ് എന്നതും ശ്രദ്ധേയമാണ്. ഇനി വാൽകഷ്ണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നേടുമ്പോൾ പ്രത്യേകിച്ച് ഒരു പണിയുമില്ലാതെ കുത്തിയിരുന്ന് കുറ്റം കണ്ടുപിടിക്കുന്നവരൊക്കെ ഇത്തരം കഠിനാധ്വാനം കാണണം. ചിലരൊക്കെ വെറുതെ അർമാദിച്ച് സമയം കളയുമ്പോൾ മറ്റു ചിലർ അർദ്ധരാത്രിയിലും കണ്ണടയ്ക്കാതെ അധ്വാനിച്ച് നേട്ടമുണ്ടാകുന്നു. അത്ര തന്നെ.